ഈശോയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ മരണം അതവിടുത്തെ അവസാനമല്ല. അവിടുത്തെ കല്ലറ തുറക്കപ്പെട്ടതാണ്. സുവിശേഷത്തിൽ അതേക്കുറിച്ച് പറയുന്നത് ശൂന്യമായ കല്ലറ എന്നാണ്. ഒരു കല്ലറ പ്രധാനപ്പെട്ടതാകുന്നത് അതിൽ ആരുടെയെങ്കിലും മൃതശരീരം വെച്ച് അടയ്ക്കുമ്പോഴാണ്. നമ്മുടെയൊക്കെ പള്ളികളിൽ നിങ്ങളിൽ പലരും മരിക്കുമ്പോൾ നിങ്ങൾ അടക്കാനുള്ള കല്ലറ മുൻകൂർ വാങ്ങി വച്ചിട്ടുള്ളവരാ. ആ കല്ലറയ്ക്ക് ഒരു പ്രാധാന്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരും മരിച്ച് അതിൽ അടക്കുമ്പോഴാണ് ആ കല്ലറയ്ക്ക് പ്രാധാന്യം വരുന്നത്. എന്നാൽ കർത്താവിൻ്റെ കല്ലറ മറിച്ചാണ്. അടക്കപ്പെട്ട തിരുശരീരം അവിടെ കാണപ്പെടുന്നില്ല. അത് തുറക്കപ്പെട്ടതാണ്. അത് ശൂന്യമാണ്. ശൂന്യമായ കല്ലറ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ്. അപ്പസ്തോലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. കർത്താവിൻ്റെ മരണം അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ കൊടികയറ്റമാണ്. കർത്താവ് കുരിശിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. പിതാവിൻ്റെ കരങ്ങളിലേക്ക് അവിടുന്ന് സ്വീകരിക്കപ്പെട്ടത് അവിടുന്ന് ഉത്ഥാനത്തിൻ്റെ വിജയക്കൊടിയുമായിട്ട് നമ്മിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുനാള് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമായ അടിസ്ഥാനശിലയാണ്. ക്രൈസ്തവ വിശ്വാസം പടുത്തുയർത്തിയിരിക്കുന്നത് ഉത്ഥാനമെന്ന മൂലക്കല്ലിലാണ്. അവിടുന്ന് ഉത്ഥിതനായിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് പ്രസക്തിയില്ല, നമ്മുടെ വിശ്വാസത്തിന് യുക്തിയില്ല, നമ്മുടെ വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല്. സ്നേഹമുള്ളവരെ, ഉദ്ധിതനായ കർത്താവിൻ്റെ തിരുനാളാണ് ആദ്യമസഭ ആദ്യമായിട്ട് ആഘോഷിച്ചത്. സഭയ്ക്ക് ആദ്യമായിട്ട് ആഘോഷം ഉത്ഥിതനായ കർത്താവിൻ്റെ തിരുനാളായിരുന്നു. പിന്നീടാണ് കർത്താവിൻ്റെ ജനന പെരുന്നാളും മാമുദീസ പെരുന്നാളും ദേവാലയ പ്രവേശന തിരുനാളൊക്കെ വന്നത്. ആദ്യമ ക്രൈസ്തവ സഭയ്ക്ക് ആഘോഷിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു തിരുനാള് ഉത്ഥിതനായ കർത്താവിൻ്റെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആഘോഷങ്ങൾക്ക് ക്രിസ്മസിൻ്റെ അത്ര പ്രാധാന്യം നമ്മുടെ ഇടയിലില്ലെങ്കിൽ പോലും ദൈവശാസ്ത്രപരമായിട്ട് കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളാണ് ഏറ്റവും വലിയ തിരുനാൾ. ആ തിരുനാളാണ് മറ്റെല്ലാ തിരുനാളുകളുടെയും കാരണം കുറിക്കുന്നത്. അവൻ ദൈവപുത്രനാകുന്നത്, അവൻ രക്ഷകനാകുന്നത്, അവൻ വിമോചകനാകുന്നത് ഉത്ഥാനത്തിലാണ്. ഒരുപക്ഷെ ഉത്ഥാനമെന്ന തിരുനാള് ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ വിജയമാണ്. മരണം പരാജയമല്ല. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മരണം കതക് തുറക്കലാണ്. നിത്യജീവനിലേക്കുള്ള കതക് തുറക്കലാണ് മരണം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ കർത്താവ് അപ്പസ്തോലന്മാരോട് പറഞ്ഞ വാക്കുകൾ 16-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനം: ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ ഉത്ഥാന തിരുനാള് ലോകത്തിൻ്റെ മേലെ, മരണത്തിൻ്റെ മേലെ, ജഡത്തിൻ്റെ മേലെ, സാത്താൻ്റെ മേലെ നടത്തുന്ന വിജയമാണ്. ഒരുപക്ഷെ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ഞാനും നിങ്ങളും ആഘോഷിക്കേണ്ടത് പ്രത്യാശാ നിർഭരരായിട്ടാണ്. ഉത്ഥാനം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ്. മനുഷ്യൻ്റെ വേദനകൾക്ക്, മനുഷ്യൻ്റെ തകർച്ചകൾക്ക്, മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് അതിനെ
ഉത്തരമുണ്ടെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സുദിനമാണ് ഉത്ഥാനത്തിൻ്റെ പെരുന്നാള്. അത് ജയഘോഷങ്ങളുടെ തിരുനാളാണ്. അത് കർത്താവ് ഈ ലോകത്തിൻ്റെ മേലെ, മരണത്തിൻ്റെ മേലെ, അന്ധകാരത്തിൻ്റെ മേലെ, സാത്താൻ്റെ മേലെ നേടിയ വിജയത്തിൻ്റെ ആഘോഷമാണ്. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ടിയേഴ്സ് അറ്റ് നൈറ്റ്, ജോയ് അറ്റ് ഡോൺ, ജേർണൽ ഓഫ് എ ഡൈയിങ് സെമിനാരിയൻ. രാത്രി മുഴുവൻ പ്രലാപവും പ്രഭാതത്തിലെ ആനന്ദാശ്രുക്കളും. മരിക്കുന്ന ഒരു സെമിനരിക്കാരൻ്റെ ഡയറി കുറിപ്പുകൾ. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവാണ് ഈ പുസ്തകത്തിൻ്റെ കഥാപാത്രം. പുസ്തകം ഒരു ആത്മകഥയാണ്. 23 ദിവസം മാത്രം എഴുതി തീർത്ത ഒരു ഡയറി കുറിപ്പ്. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പേര് ആൻഡ്രൂ റോബിൻസൺ എന്നാണ്. 26-ാമത്തെ വയസ്സിൽ ഒരു IT എഞ്ചിനീയർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് അച്ഛനാകാൻ വിളി കിട്ടുന്നത്. അച്ഛനാകാനായിട്ട് ഇയാൾക്ക് വിളി കിട്ടുമ്പോൾ ഇയാൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ലണ്ടനിനടുത്തുള്ള ബർമിംഗ്ഹാം രൂപതയിലാണ് ഇദ്ദേഹം വൈദികനാകാൻ ചേരുന്നത്. ഈ പെങ്കൊച്ചിൻ്റെ പേര് കെറ്റി എന്നാ. കെറ്റിയോട് ഇയാൾക്ക് ഇഷ്ടമായിരുന്നു. അവർ വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് വൈദികനാകണമെന്ന് നിർബന്ധമായിട്ടുള്ള ആഗ്രഹം. വൈദികനാകാൻ ആഗ്രഹിച്ച് ഈ വിവരങ്ങൾ കെറ്റിയോട് പറഞ്ഞപ്പോൾ കെറ്റി പറഞ്ഞു, തനിക്ക് ഭ്രാന്ത, നമ്മൾ തമ്മിൽ വിവാഹത്തിന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഒരുങ്ങുക, അങ്ങനെ ഒരാളെ ദൈവം വിളിക്കില്ല. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ വേളയിൽ ആൻഡ്രൂവിൻ്റെ വിളി സത്യത്തിൽ ദൈവത്തിൻ്റെ വിളിയാണെന്ന് രണ്ടുപേർക്കും ബോധ്യമായി. അവ സെമിനാരിയിൽ ചേർന്നു. അവൻ ഡീക്കനായി. പട്ടം കിട്ടാനായിട്ട് ഇനി 6 മാസം ബാക്കിയുള്ളൂ. പക്ഷേ ഈ ചെറുപ്പക്കാരന് കലശലായ പനിയും വിട്ടുമാറാത്ത ചുമയും, എപ്പോഴും ദേഹാസ്വസ്ഥ്യമാണ്. വിദഗ്ധ പരിശോധനകൾക്ക് വേണ്ടി പല ആസ്പത്രികളും മാറി മാറിക്കൊണ്ടുപോയി. അവസാനം ഡോക്ടർമാരെ ഏറെ വേദനയോടുകൂടി അറിയിച്ചു, ഈ ചെറുക്കൻ മരണത്തിൻ്റെ വക്രത്തിലാണ്, മരണത്തിൻ്റെ ഗുഹാമുഖത്താണ്. ഇവന് ബോൺ മാരോ ക്യാൻസറാണ്, അസ്ഥികളിലെ മജ്ജയ്ക്കകത്ത് ക്യാൻസറാണ്. അത് പടർന്ന് മരണത്തിൻ്റെ അവസാന നാളുകളിലാണ് ഈ ചെറുക്കൻ. ഭീകരമായ വേദനയുള്ള ഒരു രോഗമാണിത്, മജ്ജയ്ക്കകത്തുള്ള ക്യാൻസർ. പക്ഷെ മരണത്തിൻ്റെ ഭീകരമായിട്ടുള്ള സഹനങ്ങളുടെ നടുവിലും ഒരിക്കലും മന്ദസ്മിതം വിടാത്ത മുഖഭാവമുള്ള ഒരു പെരുമാറ്റം, എല്ലാറ്റിനെയും വളരെ പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു ശൈലി. ആരോടും പരാതിയില്ല, ആരോടും ദുഃഖമില്ല. എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് അവൻ കാണുക. ആ രൂപതയിലെ ബിഷപ്പ് വിൻസെൻ്റ് ഈ ചെറുക്കൻ്റെ അനിതര സാധാരണമായിട്ടുള്ള സഹനത്തിൻ്റെ അരൂപിയെക്കുറിച്ച് കേട്ടിട്ട് ഇവനെ കാണാൻ വരിക. ഇവൻ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടിട്ട് ഒട്ടും നിരാശയില്ലാതെ ഏറെ പ്രത്യാശയോടുകൂടെ സഹനത്തെ നോക്കിക്കാണുന്ന കണ്ടിട്ട് അബിയൂന്റെ പിതാവിന് അത്ഭുതം തോന്നി. അബിയൂന്റെ പിതാവ് അവനോട് പറഞ്ഞു, മകൻ, ഈ ദുഃഖത്തിൻ്റെ വേളയിലും നീ നിൻ്റെ ജീവിതത്തിൻ്റെ കഥ കുറിക്കണം. അന്ന് തുടങ്ങി അവൻ ഡയറി എഴുതി. 23 ദിവസങ്ങൾ ഡയറി എഴുതി കഴിഞ്ഞപ്പോഴാണ് അവൻ മരിക്കുന്നത്. ഈ 23 ദിവസം അവൻ എഴുതിയ ഡയറി കുറിപ്പുകളാണ് പുസ്തകമായിട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ടിയേഴ്സ് അറ്റ് നൈറ്റ്, ജോയ് അറ്റ് ഡോൺ. രാത്രി മുഴുവൻ പ്രലാപം, പ്രഭാതത്തിലോ ആനന്ദാശ്രുക്കള്. ജേർണൽ ഓഫ് എ ഡൈയിങ് സെമിനാരിയൻ, ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന സെമിനരിക്കാരൻ്റെ ആത്മകഥ. ഈ ആത്മകഥയിൽ ഈ ആൻഡ്രൂ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ മരണത്തെ അന്വേഷിച്ചപ്പോൾ എത്തിച്ചേർന്നത് ഉദ്ധിതൻ്റെ കല്ലറയിലാണ്.
മരണത്തെ ഞാൻ പിന്തുടർന്നപ്പോൾ ഞാൻ മരണത്തെ അല്ല കണ്ടത്, ഉത്ഥിതനായ കർത്താവിനെയാണ് ഞാൻ കണ്ടത്. ഒരുപക്ഷെ സുവിശേഷത്തിലെ വളരെ സത്യസന്ധമായിട്ട് അപ്പസ്തോലന്മാർ അന്വേഷിച്ച് ശൂന്യമായ കല്ലറയാ. അതിപ്രഭാതത്തിലെ സൂര്യൻ പൊട്ടിവിടരുന്നതിന് മുൻപ് മഗ്ദലന മറിയം തീവ്രമായ തീക്ഷ്ണതയോടുകൂടെ അവന്റെ ശവക്കല്ലറയിലേക്ക് പോയി. അവൾ അന്വേഷിച്ചത് പ്രേതത്തെയാണ്. തലേ ദിവസം രാത്രി കബറടക്കം ചെയ്ത യേശുവിൻ്റെ മൃതശരീരം സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് യഹൂദ നിയമപ്രകാരം ശുശ്രൂഷിക്കപ്പെടാൻ കഴിയാത്തതിലുള്ള മനോഭാരം കൊണ്ട് അവൾ ചെല്ലുന്നേ. അവൾ പോകുമ്പോൾ അവൾ എന്താ പറഞ്ഞത്? കല്ലറ അടച്ച കല്ല് ആര് നമുക്ക് ഉരുട്ടി മാറ്റും? അവൾ അന്വേഷിച്ചത് പ്രേതത്തെയാണ്. പക്ഷെ അവൾ കണ്ടുമുട്ടിയത് ഉദ്ധിതനെയാണ്. കർത്താവ് അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുവിശേഷത്തിലെ ഉത്ഥാനം എന്ന മഹാരഹസ്യത്തിൻ്റെ താക്കോൽ പഴുത് ഈ വചനമാണ്. മറിയത്തോട് യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്നേഹമുള്ളവരെ, ഉത്ഥാനമെന്ന തിരുനാളിൻ്റെ അർത്ഥം ഈ ലോകത്തോട് വ്യാഖ്യാനിക്കാൻ കർത്താവ് ഉപയോഗിക്കുന്ന താക്കോൽ വചനമാണ് മറിയത്തോട് കർത്താവ് ചോദിച്ചത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും കരയുന്നവരാ, നഷ്ടങ്ങളുടെ നടുവിൽ കരയുന്നവരാ. കുടുംബം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, സൗന്ദര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ആകാശക്കോട്ടകൾ തകർന്നതിൻ്റെ പേരിൽ, ജീവിതത്തിലെ ദുഃഖവെള്ളിയാഴ്ചയുടെ നടുവിൽ നിൽക്കുന്ന നിങ്ങളോട് കർത്താവിന് ചോദിക്കാനുള്ളത് മറിയത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീ എന്തിനാണ് നീ കരയുന്നത്? നിന്റെ കണ്ണുനീരിന് അർത്ഥമുണ്ട്. അതാണ് ഉദ്ധിതനായ കർത്താവിന് നൽകാനുള്ള സന്ദേശം. നിന്റെ ദുഃഖങ്ങൾക്ക്, നിന്റെ തകർച്ചകൾക്ക്, നിന്റെ സങ്കടങ്ങൾക്ക് അർത്ഥമുണ്ട്. നീ ദുഃഖവെള്ളിയാഴ്ച പുസ്തകം അടച്ചു വെക്കാനല്ല, പുസ്തകത്തിൽ നിന്ന് പുതിയ ചക്രവാളങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള കാഹളമാണ് നീ കേൾക്കേണ്ടത്. 2007 നവംബർ മാസം 30 വിശുദ്ധ ആൻഡ്രൂസിൻ്റെ തിരുനാള്, അപ്പസ്തോലനായ ആൻഡ്രൂസിൻ്റെ തിരുനാള് തിരുസഭ കൊണ്ടാടിയപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടാമത്തെ ചാക്രിക ലേഖനം സഭയ്ക്ക് വേണ്ടി എഴുതി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയല്ല, ബെനഡിക്ട് 16 മാർപ്പാപ്പ രണ്ടാമത്തെ ചാക്രിക ലേഖനം തിരുസഭയ്ക്ക് വേണ്ടി എഴുതി. രണ്ടാമത്തെ ചാക്രിക ലേഖനത്തിന് പരിശുദ്ധ പിതാവ് കൊടുത്ത പേരെന്താണെന്നറിയാമോ? സ്പേ സാൾവി, പ്രത്യാശയിൽ രക്ഷ. സ്പേ സാൾവി. അതിൻ്റെ ആമുഖത്തിലെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ലോകത്തോട് പറയുന്ന ഒരു നൊമ്പരമുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ലോകത്തിൽ ഇന്ന് അന്ധകാരമാണ്. ഞാനും നിങ്ങളും പ്രേതാലയങ്ങളിലെ ആരാണ് കല്ലുരുട്ടി മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരാ. ഞാനും നിങ്ങൾ ഈ കല്ല് ആരാ ഉരുട്ടി മാറ്റുക എന്ന് ദുഃഖിക്കുന്നവരാ. ഞാനും നിങ്ങളും കല്ലറയിലെ പ്രേതത്തെ അന്വേഷിക്കുന്നവരാ. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും മുൻപിലെ കർത്താവ് പ്രത്യക്ഷനാണ്. അവിടുന്ന് ചോദിക്കുന്നു, സ്ത്രീ എന്തിനാണ് നീ കരയുന്നത്? നീ കരയരുത്. പേര് ചൊല്ലി അവളെ വിളിച്ചു എന്നാ പറയുന്നത്. കർത്താവ് എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മേരി ധരിച്ച് തോട്ടക്കാരനാണെന്നാ. മേരി പറഞ്ഞു, നീ തോട്ടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എവിടേക്കെങ്കിലും ഇവനെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലേ ദൈവത്തെ ഓർത്ത് എന്നോട് പറയുക. അവൻ്റെ മൃതശരീരത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ എനിക്ക് അവസരം ഒരുക്കുക. എന്നിട്ട് നമുക്കത് കല്ലറയിൽ വെച്ച് അത് അടയ്ക്കാം. അപ്പോഴാണ് തോട്ടക്കാരൻ അവളെ പേര് ചൊല്ലി വിളിച്ചത്, മേരി. ആ വാക്കുകൾ അവളുടെ കഥകിൽ തട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി അത് കർത്താവാണെന്ന്. അവൾ തിരിച്ചു വിളിക്കുന്നു, റബ്ബോണി, കർത്താവേ. സ്നേഹമുള്ള സഹോദരങ്ങളെയും, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഞാനും നിങ്ങളും തോട്ടക്കാരനെ അന്വേഷിക്കുന്നവരാ. പക്ഷെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ്
എനിക്കും നിങ്ങൾക്കും കാണിക്കുന്ന വഴിയാണ്, പ്രത്യാശയുടെ വഴിയാണ് ഉത്ഥാനം. അതുകൊണ്ടാ ആൻഡ്രൂ റോബിൻസൺ പറഞ്ഞത്, എൻ്റെ സഹനത്തിൻ്റെ നടുവിലെ 26-ാമത്തെ വയസ്സിൽ ഞാൻ സ്നേഹിച്ച എൻ്റെ സ്വന്തം ജീവിത പങ്കാളിയാകാൻ സ്വപ്നം കണ്ട കെറ്റിയെ ഉപേക്ഷിച്ചിട്ട് കർത്താവ് വിളിച്ച വഴിയിലേക്ക് ഞാൻ വന്നവനാ. അവൻ്റെ അൾത്താരയിൽ അവൻ്റെ പാനപാത്രവും പീലാസും എടുത്ത് ബലിയർപ്പിക്കാൻ ഞാൻ മോഹിച്ചവനാ. എൻ്റെ ജീവിതം അതിൻ്റെ നടുവില് തല്ലിക്കൊഴിച്ച കർത്താവ് വൈദികനാകാൻ ഭാഗ്യം കിട്ടാതെ മരിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടപ്പോൾ, ഭാഗ്യദോഷി നിർഭാഗ്യവാനെന്ന് ലോകം എന്നെ നോക്കി പരിഹസിച്ചപ്പോൾ, ഉദ്ധിതനായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു, എൻ്റെ സഹനത്തിന് അർത്ഥമുണ്ട്, എൻ്റെ സഹനത്തിന് പുതിയ ചക്രവാളങ്ങളുണ്ട്, എൻ്റെ സഹനം ഒരു പുതിയ യുഗപ്രവയുടെ പ്രസവ വേദനയാണ്. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഉത്ഥാനം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് പ്രത്യാശയുടെ വാതായനങ്ങളാണ്. പക്ഷേ ഈ വാതായനം കൂടെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ യാത്ര എനിക്കും നിങ്ങൾക്കും അർത്ഥവത്താകണമെങ്കിൽ ഗെത്സമനിലെ കർത്താവിൻ്റെ പ്രാർത്ഥനകളുടെ അന്തരാർത്ഥം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. പെസഹ ഊട്ടുശാലയിൽ നിന്ന് നമ്മുടെ കർത്താവ് പിന്നെ കെദ്രോൻ തോട് കടന്ന് യാത്ര ചെയ്തത് ഗെത്സമനിയിലാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഗർഭപാത്രം ഗെത്സമനിയിലെ പീഡാനുഭവ പ്രാർത്ഥനയായിരുന്നു. ആ രാത്രിയുടെ യാമങ്ങളില് തൻ്റെ പീഡാനുഭവം മുഴുവൻ മുന്നിൽ കർത്താവ് കണ്ടിട്ട് അവിടുന്ന് രക്തം വിയർത്തു എന്നാണ് സുവിശേഷം പറയുന്നത്. അവിടുന്ന് തളർന്നവശനായി അവിടുന്ന് പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ, ഈ പാനപാത്രം എനിക്ക് സഹിക്കുന്നില്ല, ഇതെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഈ പാനപാത്രം നിനക്കിഷ്ടമാണെങ്കിൽ എനിക്ക് മാറ്റിത്തരയണമേ. എന്നിട്ട് കർത്താവ് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരുപക്ഷെ പീഡാനുഭവ വാരത്തിലെ വ്യത്യസ്ത രഹസ്യങ്ങൾ തിരിച്ചറിയാൻ ഞാനും നിങ്ങളും കയ്യിൽ കത്തിച്ചു പിടിക്കേണ്ട തീപ്പന്തം ഈ വചനങ്ങളാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. മനുഷ്യ ജീവിതത്തിലെ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഉത്ഥാനത്തിൻ്റെ മുകളങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങാൻ മനുഷ്യൻ പഠിക്കണം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റേത് നിറവേറട്ടെ, നിന്റേത് നിറവേറട്ടെ. കർത്താവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളുടെ മുഴുവൻ അർത്ഥം ഈ ഒറ്റ വാക്കിലാണ് അടങ്ങിയിരിക്കുന്നത്. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവിടുന്ന് കുരിശിൽ മരിക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ എന്താ? പിതാവേ, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവിടെയാണ് ഉത്ഥാനത്തിൻ്റെ കൊടി പൊന്തുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് കല്ലറയിലല്ല കർത്താവിൻ്റെ ഉത്ഥാനം നടക്കുന്നത്. കുരിശിൽ അവിടുന്ന് ബലി പൂർത്തിയാക്കിയപ്പോഴാ പിതാവേ, എല്ലാം പൂർത്തിയായി, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മുടെ സഹനങ്ങൾക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ യാതനകൾക്കും നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചകൾക്കും അർത്ഥം നൽകുന്നത് ദൈവത്തിൻ്റെ തിരുവിഷ്ടം തിരിച്ചറിയാനും അതിന് കീഴ്വഴങ്ങാനും നമ്മൾ പഠിക്കുമ്പോഴാണ്. മംഗളവാർത്തയിൽ സംഭവിക്കുന്നത് തന്നെയാ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ നടക്കുന്ന അത് തന്നെയാണ്. മേൽത്തരം വീഞ്ഞ്, മേൽത്തരം വീഞ്ഞെന്നാ പറയുന്നത്. മേൽത്തരം വീഞ്ഞ് എവിടെ നിന്നെന്ന് കലവറ പ്രമാണി ചോദിക്കുന്നുണ്ട്.
മേൽത്തരം വീഞ്ഞ് എവിടെ നിന്നാണെന്ന് കലവറ പ്രമാണിക്ക് മനസ്സിലാകുന്നില്ല. അവൻ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ മേൽത്തരം വീഞ്ഞ്? അവിടെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല. വെള്ളം കോരിയ പരിചാരകര് വെറുതെ ദിവസക്കൂലിക്ക് വെള്ളം കോരിയ കൂലിക്കാരല്ല. അവൻ പറഞ്ഞതുപോലെ കൽഭരണികൾ വക്കുവോളം നിറച്ചവരാണ്. അവൻ പറഞ്ഞതുപോലെ കൽഭരണികൾ വക്കുവോളം നിറച്ചവരാണ്. ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ കൽഭരണികളിൽ കോരി നിറയ്ക്കേണ്ടത് നമ്മുടെ ദുഃഖങ്ങളുടെ, കണ്ണുനീരിൻ്റെ, തകർച്ചകളുടെ വെള്ളമാണ്. പക്ഷെ അത് നമുക്ക് തോന്നിയതുപോലെ കോരിയത് കൊണ്ട് കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കോരാൻ നമുക്ക് സാധിക്കട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉത്ഥാനം എനിക്കും നിങ്ങൾക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഉത്ഥാനം എനിക്കും നിങ്ങൾക്കും, ഉത്ഥാന പെരുന്നാൾ ആഘോഷിച്ചാലേ എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി മാറും നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട. എൻ്റെ കടബാധ്യത മാറിക്കിടുന്ന ആരും വിശ്വസിക്കേണ്ട. എനിക്ക് കിടപ്പാടം ഉണ്ടാകുന്ന ആരും വിശ്വസിക്കേണ്ട. ഉത്ഥാന തിരുനാളുകൾ അർത്ഥവത്താകുന്നത് അത് എന്നെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാട് എനിക്ക് ലഭിക്കുമ്പോഴാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിലേക്ക് വളരാൻ. ഒരുപക്ഷെ ഉത്ഥാനത്തിൻ്റെ ഈ തിരുനാൾ ആർഭാടമായിട്ട് കൊണ്ടാടുന്ന ഞാനും നിങ്ങളും വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ തിമർപ്പിലാണ്. ലോകത്തെ കീഴടക്കിയ വിജയം. കർത്താവ് അഭിമാനത്തോടു കൂടെ പറഞ്ഞില്ലേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ കർത്താവ് ജയിച്ചത് ലോകത്തിൻ്റെ അളവുകോല് വെച്ചിട്ടല്ല, തൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടാ. തൻ്റെ പിതാവിൻ്റെ അളവുകോലിലാണ് ലോകത്തെ അവിടുന്ന് അളന്നത്. ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ഞാനും നിങ്ങളും ഉത്ഥാനത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പലപ്പോഴും നമ്മൾ വിജയം ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ അളവുകോല് കൊണ്ടല്ല, ലോകത്തിൻ്റെ അളവുകോൽ ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് സങ്കടമുണ്ട് പറയാൻ, പലപ്പോഴും കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാൾ ലോകത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ വിജയമാണെങ്കിലേ ഞാനും നിങ്ങളും ആഘോഷിക്കുന്ന ഉത്ഥാന തിരുനാൾ ലോകം നമ്മുടെ മേൽ നടത്തുന്ന വിജയമാണ്. മദ്യത്തിന് അടിമപ്പെട്ട്, ആർഭാടങ്ങൾക്ക് അടിമപ്പെട്ട്, ജീവിതത്തിൻ്റെ തിന്മകൾക്ക് അടിമപ്പെട്ട് ഞാനും നിങ്ങളുമൊക്കെ വീണ്ടും പഴയ മനുഷ്യരെ പോലെ ജീവിക്കാൻ ഇടയാകരുത്. നമുക്ക് പുതിയ മനുഷ്യരായിട്ട് മാറാം. കർത്താവിൻ്റെ ഇഷ്ടം പോലെ ഭരണികൾ നിറഞ്ഞ് പുതുവീഞ്ഞാക്കി മാറ്റപ്പെട്ട ഗുണമേന്മയുള്ള ക്രൈസ്തവ ജീവിതങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിക്കൊണ്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം നമുക്ക് ആഘോഷിക്കാം. നമുക്ക് ലോകത്തെ ജയിക്കാൻ കഴിയട്ടെ, നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയട്ടെ, നമുക്ക് നമ്മുടെ ജഡത്തെ ജയിക്കാൻ കഴിയട്ടെ. അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ, അപ്പോഴാണ് ഉത്ഥാനം നമുക്ക് സന്തോഷത്തിൻ്റെ തിരുനാളാകുക. നമ്മൾ പരാജയപ്പെട്ടവരെ പോലെ ജീവിക്കാൻ കാരണമാകരുത്. ഉത്ഥാനത്തിൽ അഭിമാനപൂർവ്വം ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൻ്റെ പതാക ഉയർത്തി പ്രത്യാശയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കൂട്ടത്തിലെ അഭിമാനത്തോടും അവകാശത്തോടും കൂടെ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ. പഴയ മനുഷ്യനെ ഉരിഞ്ഞ് പുതിയ മനുഷ്യരായിട്ട്, പുതിയ ക്രൈസ്തവ സാക്ഷ്യത്വത്തിൻ്റെ മേൽത്തരം വീഞ്ഞായി നമ്മുടെ ജീവിതങ്ങളെ തീർക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.